നമസ്കാരം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ നില അതീവ പരുങ്ങലിൽ. 2025 ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില വീഴ്ചകൾ അന്വേഷണത്തിൽ തെളിഞ്ഞതാണ് പ്രശാന്തിനെ കുരുക്കിലാക്കുന്നത്. ശില്പങ്ങൾ സ്വർണം പൂശാൻ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിട്ടു നൽകിയ നടപടി കൃത്യമായി സാധൂകരിക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ ഇടപെടലുകൾ സംശയാസ്പദമാണെന്നും ഇതിൽ ക്ലീൻ ചിറ്റ് നൽകാൻ കഴിയില്ലെന്നുമാണ് സൂചന. എന്നാൽ തന്റെ കാലയളവിലെ നടപടികളെല്ലാം ചട്ടപ്രകാരമായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ കൃത്യമായി തൂക്കം രേഖപ്പെടുത്തിയ ശേഷമാണ് ശില്പങ്ങൾ കൈമാറിയതെന്നുമാണ് പ്രശാന്ത് മൊഴി നൽകിയിരിക്കുന്നത്. പോറ്റിക്ക് ദേവസ്വം ആസ്ഥാനത്ത് ലഭിച്ചിരുന്ന അമിത സ്വാതന്ത്ര്യം തന്ത്രിയുടെ ആളെന്ന പരിഗണനയിലാണെന്നും പ്രശാന്ത് മൊഴി നൽകിയതായി സൂചനയുണ്ട്. അന്വേഷണത്തെ തന്ത്രിയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകാനാണ് പ്രശാന്തിന്റെ ശ്രമം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ട് LDF സർക്കാരിന് നിർണായകമാകും. കോടതിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വിമർശനമുണ്ടായാൽ അത് പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഇനിയുള്ള നിലപാട് നിർണായകമാണ്. വിദേശ വ്യവസായി നൽകിയ നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് സ്വദേശികളായ D മണി, ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവരെ ക്രൈംബ്രാഞ്ച് സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ഈഞ്ചക്കലിലെ ഓഫീസിൽ രാവിലെ 11 തുടങ്ങിയ ചോദ്യം ചെയ്യൽ വൈകിട്ട് 7 മണി വരെയാണ് നീണ്ടുനിന്നത്. ഇവരെ വിട്ടയച്ചെങ്കിലും ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് വഴിവെച്ചേക്കാം. D മണിയുടെ സഹായിയായ ശ്രീകൃഷ്ണന് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് നിഗമനം. ശില്പങ്ങൾ പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശുന്നതിന് ഇടനിലക്കാരനായി നിന്നത് ഇവരാണെന്ന് സംശയിക്കുന്നു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ A. പത്മകുമാർ, N. വാസു, മുൻ ബോർഡ് അംഗം N. വിജയകുമാർ എന്നിവർ നിലവിൽ അന്വേഷണ പരിധിയിലാണ്. അറസ്റ്റിലായ പ്രതികളെ ഇറീഡിയം സംഘത്തോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനാണ് SITയുടെ തീരുമാനം. ഇതിലൂടെ സ്വർണം എവിടേക്ക് കടത്തി എന്നതിലും ആർക്കൊക്കെ വിഹിതം ലഭിച്ചു എന്നതിലും വ്യക്തത വരും. 3 മാസമായി തുടരുന്ന SITയുടെ അന്വേഷണം സർക്കാരിലേക്ക് നീളുമെന്നും സൂചനയുണ്ട്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം, സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള അറിവ്, ഏതെങ്കിലും തരത്തിൽ അതിൽ ഇടപെട്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് SIT മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് ഉന്നയിച്ചിരുന്നത്. ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിലടക്കം പോറ്റി അറിയാമെങ്കിലും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്ന നിലപാടിൽ കടകംപള്ളി ഉറച്ചുനിന്നു. പോറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കടകംപള്ളി നൽകിയ മറുപടിയിൽ അവ്യക്തതയുണ്ടെന്നും വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരുമെന്നുമാണ് SIT നൽകുന്ന സൂചന. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വഴിവിട്ട സഹായങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് കടകംപള്ളി നൽകിയ മറുപടികൾ തൃപ്തികരമല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന സൂചനയുണ്ട്. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ 100ഓളം ചോദ്യങ്ങളാണ് കടകംപള്ളിക്ക് നേരിടേണ്ടി വന്നത്. സ്വർണ്ണഭൂഷാനായി ശില്പങ്ങൾ പോറ്റിക്ക് കൈമാറാൻ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ സർക്കാരിൻ്റെയോ മന്ത്രിയുടെയോ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. എന്നാൽ സർക്കാരിൻ്റെ കൂടി അറിവോടെയും നിർദ്ദേശപ്രകാരവുമാണ് തീരുമാനങ്ങൾ എടുത്തതെന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മൊഴി കടകംപള്ളിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പ്രതിയായ പോറ്റി കഴക്കൂട്ടം മണ്ഡലത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും SIT അന്വേഷിക്കുന്നുണ്ട്. പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരെ കടകംപള്ളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജയിലിലെത്തി വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നത് ശബരിമല വിഷയത്തിൽ വിശദീകരണമായി ജനങ്ങളിലേക്ക് ഇറങ്ങാനിരിക്കുന്ന CPMനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ കടകംപള്ളിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതോടെ കേസ് CBIക്ക് വിടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കേസ് കേന്ദ്ര ഏജൻസി ഏറ്റെടുത്താൽ കളി മാറുമെന്ന തിരിച്ചറിവിൽ സർക്കാരും CPMും കടുത്ത ആശങ്കയിലുമാണ്.